ചരിത്രം വഴിമാറിയ നിമിഷം. ചരിത്രം ഒരാളെയും കാത്തു നിൽക്കാറില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ ചരിത്രം തന്റെ മുൻപിൽ വഴിമാറി നിൽക്കുമെന്ന് തെളിയിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ ലോകത്ത് ജീവിച്ചിരുന്ന, അല്ല ഇപ്പോഴും ജീവിക്കുന്ന ഏറ്റവും മഹാനായ വിപ്ലവകാരി, മുട്ടുമടക്കാത്ത പോരാട്ടങ്ങളുടെ കമാൻഡർ ഇൻ ചീഫ്, ഫിദൽ അലജാൻഡ്രോ കാസ്ട്രോസ്. അമേരിക്ക എന്ന സാമ്രാജ്യത്വ ശക്തിയുടെ തൊട്ടടുത്തു നിന്ന് അവരുടെ എണ്ണമറ്റ ഉപരോധങ്ങളെയും അസംഖ്യം വധശ്രമങ്ങളെയും നെഞ്ചുറപ്പോടെ നേരിട്ട കരീബിയനിലെ കരിങ്കല്ലു പോലുറച്ച രാഷ്ട്രീയ ബോധത്തിന്റെ കാവൽക്കാരൻ. ഇന്ന് ആ ധീരനായ പോരാളിയുടെ ജന്മശതാബ്ദി. ഫിദൽ കാസ്ട്രോ എന്ന മനുഷ്യനൊപ്പം ചരിത്രം നടന്ന 100 വർഷങ്ങളുടെ സ്മരണ പുതിയൊരു സമര നൂറ്റാണ്ടിനുള്ള ഊർജ സ്രോതസ്സാണ്. 1926 ഓഗസ്റ്റ് 13 ക്യൂബയിലെ ഗോൾഗിൻ പ്രവിശ്യയിലെ ബിരാനിൽ സമ്പന്ന കർഷക കുടുംബത്തിൽ ജനിച്ച ഫിദലിന് സുഖലോലുപത നിറഞ്ഞ ജീവിതം തിരഞ്ഞെടുക്കാമായിരുന്നു. എന്നാൽ ഹവാന സർവകലാശാലയിലെ നിയമ പഠനകാലം ഫിദലിനെ മാറ്റി ചിന്തിപ്പിച്ചു. ഫുൾജനീഷ്യോ ബാറ്റിസ്റ്റ എന്ന ക്രൂരനായ ഏകാധിപതിയുടെ കീഴിൽ ക്യൂബൻ ജനത അനുഭവിച്ച ദുരിതങ്ങൾ ആ യുവാവിന്റെ രക്തത്തെ തിളപ്പിച്ചു. 15 വർഷത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചതെങ്കിലും ജനരോഷം ശക്തമായതോടെ ഫിദലിനെ 2 വർഷത്തിനുള്ളിൽ വിട്ടയച്ചു. ജയിൽ മോചിതനായ ഫിദൽ മെക്സിക്കോയിലേക്കാണ് പോയത്. അവിടെ വെച്ചാണ് ചരിത്രത്തിലെ ഏറ്റവും വിഖ്യാതവും ഭൂമിയിലെ ഏറ്റവും മനോഹരവുമായ ആ സൗഹൃദം പിറക്കുന്നത്. ഫിദലും ചെഗുവേരയും. 1956 ഗ്രാൻമ എന്ന ചെറുബോട്ടിൽ 82 പേരുമായി അവർ ക്യൂബൻ തീരത്തെത്തി. ബാറ്റിസ്റ്റയുടെ സൈന്യം വിപ്ലവകാരികളെ വളഞ്ഞു. ഏറ്റുമുട്ടലിൽ ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടു. അവശേഷിച്ച 12 പേരുമായി ഫിദൽ സിയാറ മാസ്ട്ര പർവ്വതനിരകളിലേക്ക് കടന്നു. ഫിദൽ പോരാട്ടം തുടർന്നു. ഇടറാത്ത ഇച്ഛാശക്തിയും ഒടുങ്ങാത്ത വിപ്ലവ വീര്യവും ഒത്തുചേർന്നപ്പോൾ അസാധ്യമെന്ന് ലോകം കരുതിയതിനെ അവർ സാധ്യമാക്കി. നഗരങ്ങളിലെ തൊഴിലാളികളും ഗ്രാമങ്ങളിലെ കർഷകരുമടക്കം ജനവിഭാഗങ്ങളുടെ പിന്തുണയോടെ വിപ്ലവസേന മുന്നേറി. ഒടുവിൽ 1959 ജനുവരി 1 ഏകാധിപതി ബാറ്റിസ്റ്റ രാജ്യം വിട്ടോടി. ഹവാനയുടെ തെരുവുകളിൽ ചെമ്പതാക പാറിച്ചുകൊണ്ട് വിപ്ലവകാരികൾ ജനകീയ ഭരണം സ്ഥാപിച്ചു. അത് ഒരു പുതിയ ക്യൂബയുടെ ജനനമായിരുന്നു. ക്യൂബ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് അമേരിക്കയ്ക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ഒരേ സമയം ഭരണം അട്ടിമറിക്കാനും അതേസമയം ഫിദലിനെ വധിക്കാനും അവർ ഒരുമ്പിട്ടിറങ്ങി. ക്യൂബയെ തകർക്കാൻ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. 1961 അമേരിക്കൻ പിന്തുണയോടെ നടന്ന ബേ ഓഫ് പിഗ്സ് അധിനിവേശത്തെ 72 മണിക്കൂറിനുള്ളിൽ ഫിദലിന്റെ സൈന്യം തകർത്തു. സിഗരറ്റിന്റെ സുഗന്ധപ്പുകയിൽ, കടൽച്ചിപ്പിയുടെ സൗന്ദര്യവടിവിൽ, പേനത്തുമ്പിലെ മഷത്തുള്ളിയിൽ, പ്രണയാർദ്രമായ കൺകോണുകളിൽ, മിൽക്ക് ഷേക്കിന്റെ മധുരത്തിൽ, ദൃഢതയാർന്ന ബൂട്ടുകളുടെ പതുപതുത്ത കോണിൽ, അങ്ങനെ മരണത്തെ പല വേഷങ്ങളിൽ അവർ അദ്ദേഹത്തിന്റെ അരികിലേക്ക് അയച്ചു. 8 അമേരിക്കൻ പ്രസിഡന്റുമാർ ചേർന്ന് 638 തവണ വിധിച്ച മരണം തൊട്ടരികിലെത്തി തോറ്റുമടങ്ങി. 6.5 പതിറ്റാണ്ടായി തുടരുന്ന ക്രൂരമായ സാമ്പത്തിക ഉപരോധം കൂടുതൽ ശക്തമാക്കി ക്യൂബയെ പട്ടിണിക്കിട്ട് കൊല്ലാനാണ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത്. എന്നിട്ടും ഫിദൽ പകർന്നു നൽകിയ വിപ്ലവ വീര്യവുമായി പട്ടിണിയോടും പ്രതിസന്ധിയോടും പോരാടി ആ കൊച്ചു രാജ്യം തലയുയർത്തി തന്നെ നിൽക്കുന്നു. ലാറ്റിൻ അമേരിക്കയെ തങ്ങളുടെ പിൻമുറ്റമായി കാണാമെന്ന അമേരിക്കൻ വ്യാമോഹങ്ങൾക്ക് തിരിച്ചടി നൽകി ആ മണ്ണ് ചുവന്നു തന്നെ ഇരിക്കുന്നു. പട്ടിണിയും പരിവട്ടവുമായിരുന്ന ക്യൂബയെ ലോകത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ മാതൃകയാക്കി മാറ്റാൻ ഫിദലിന് കഴിഞ്ഞു. ലോകത്തെവിടെ ദുരന്തങ്ങൾ ഉണ്ടായാലും ആദ്യം ഓടിയെത്തുന്നത് ക്യൂബൻ ഡോക്ടർമാരാണെന്നത് ഫിദലിന്റെ അന്തർദേശീയ കാഴ്ചപ്പാടിന്റെ തെളിവാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ക്യൂബയ്ക്ക് ഇന്ത്യയുമായും പ്രത്യേകിച്ച് കേരളവുമായും വലിയ ആത്മബന്ധമുണ്ട്. 1973 ഫിദൽ കാസ്ട്രോ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ നൽകിയ സ്വീകരണം ചരിത്രത്തിന്റെ ഭാഗമാണ്. കേരളത്തെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ EMSനെയും AKGയെയും ഫിദൽ ഏറെ ബഹുമാനത്തോടെയാണ് വീക്ഷിച്ചിരുന്നത്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ കേരളത്തിലെ തെരുവുകളിൽ ഉയർന്ന മുദ്രാവാക്യങ്ങളിൽ ചെഗുവേരയ്ക്കൊപ്പം ഫിദലിന്റെ പേരുമുണ്ടായിരുന്നു. ആരോഗ്യരംഗത്തടക്കം കാസ്ട്രോയുടെ ക്യൂബ വികസിപ്പിച്ച വികസന മാതൃകകളെ കേരളം മാതൃകയാക്കാൻ ശ്രമിച്ചു. ഭൂമിശാസ്ത്രപരമായി ഭൂഖണ്ഡങ്ങൾ അകലെയാണെങ്കിലും ആശയപരമായി കാസ്ട്രോയുടെ ക്യൂബ എക്കാലവും കേരളത്തോട് അത്രമേൽ അടുത്തുനിന്നു. 2016 നവംബർ 25 90-ാം വയസ്സിൽ ആ വിപ്ലവ സൂര്യൻ അസ്തമിച്ചു. എന്നാൽ ആ വെളിച്ചം ഇപ്പോഴും ലോകമെങ്ങുമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ ജ്വലിക്കുന്നു. ഫിദൽ കാസ്ട്രോ വെറുമൊരു വ്യക്തിയല്ല, അതൊരു ആശയമാണ്. ഈ ജന്മശതാബ്ദി കേവലം സ്മരണാഞ്ജലിയല്ല, അതൊരു ആഹ്വാനമാണ്. ലോകമെമ്പാടുമുള്ള മർദ്ദിത ജനവിഭാഗങ്ങൾക്ക് പൊരുതാനുള്ള ഊർജമാണ്. ഫിദൽ കാസ്ട്രോയുടെ പോരാട്ട കഥകൾ കേവല ചരിത്രമല്ല, സാമ്രാജ്യത്വത്തിന്റെ അഹങ്കാരത്തിനുമേൽ ക്യൂബയുടെ സമരവും സ്നേഹവും നേടിയ വിജയത്തിന്റെ വിപ്ലവ കാവ്യമാണ്.
സാമ്രാജ്യത്വ ശക്തികൾ ലോകത്തെ വിഴുങ്ങാൻ ശ്രമിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഫിദൽ ഉയർത്തിപ്പിടിച്ച സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് പ്രസക്തിയേറുകയാണ്. കാലം അദ്ദേഹത്തിന് മാപ്പു നൽകുക മാത്രമല്ല ചെയ്തത്, ചരിത്രത്തിന്റെ താളുകളിൽ ആ നാമം സ്വർണ്ണ ലിപികളാൽ എഴുതി ചേർക്കുകയും ചെയ്തു. അനിവാര്യമായ പോരാട്ടങ്ങൾക്ക് ചൂടും ചൂരുമേകിയ അനശ്വര വിപ്ലവ നക്ഷത്രത്തിന്റെ ജന്മശതാബ്ദി വേളയിൽ അഭിവാദ്യം. ലാൽ സലാം കമാൻഡന്റ്.